എൻ്റെ പേര് രതീഷ്. എൻ്റെ കമ്പനിയുടെ പേര് ആർടെക് ഇൻഡസ്ട്രീസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ കിഴക്കമ്പലം അടുത്ത് വെങ്ങോല എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ വിൻഡോസ് ആണ്. സ്റ്റീൽ വിൻഡോസ് പ്ലസ് സ്റ്റീൽ ഡോഴ്സ്. ഇത് നമ്മൾ 15 വർഷമായിട്ട് കേരളത്തിൽ ഉള്ളതാണ്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ കമ്പനിയാണ്. ആർടെക് ഇൻഡസ്ട്രീസ് ആണ് ഈ സ്റ്റീൽ വിൻഡോസ് എന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരു വളരെ തരംഗമായി മാറിയ ഒരു പ്രോഡക്റ്റാണ് സ്റ്റീൽ വിൻഡോസും അതുപോലെ സ്റ്റീൽ ഡോഴ്സ് എല്ലാം. അത് നമുക്ക് കുറച്ചു കാലം നമുക്ക് അതിൻ്റെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന്, അത് ഇടിമിന്നലേക്കോ അല്ലെങ്കിൽ തുരുമ്പൊരിക്കോ റെസ്റ്റ് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഡൗട്ടെല്ലാം മാറി. 15 വർഷത്തോളം മാർക്കറ്റിൽ ഓടിയതുകൊണ്ട് ആ ഡൗട്ടെല്ലാം മാറി. എല്ലാവരും തന്നെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ വില്ല പ്രോജക്റ്റുകൾ, റിസോർട്ടുകൾ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റീലിലേക്ക് മാറി വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വില്ല പ്രോജക്റ്റിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്കാർ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസിങ്ങിലൊക്കെ വില താഴെ പോകുമെന്നുള്ള പേടി കൊണ്ട് ആരും തന്നെ ഉപയോഗിക്കാറുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതിലൊരു കൃത്യമായിട്ടൊരു ജെനുവിനിറ്റി ബോധ്യം വന്നതോടുകൂടി ഇപ്പോൾ എല്ലാ പ്രൊജക്റ്റുകൾക്കും തന്നെ ഈ സ്റ്റീൽ വിൻഡോസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സ്റ്റീൽ വിൻഡോ ചെയ്തുകൊണ്ടിരുന്ന സാധാരണ മാനുവൽ ബെൻഡിങ് മെഷീനും സാധാരണ കട്ടിങ് മെഷീനും ഒക്കെ ഹോൾ പഞ്ചിങ് കാര്യങ്ങളൊക്കെ മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അഡ്വാൻസ്ഡ് മെഷീൻ, ലേസർ കട്ടിങ്, അതുപോലെ CNC ബെൻഡിങ് മെഷീൻ, അങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ജോയിനറിക്കും കാര്യങ്ങൾക്കൊക്കെ വെൽഡിങ് കുറച്ചുള്ളതുകൊണ്ട് ലോക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ചുകൂടെ വെൽഡിങ്ങിൻ്റെ ഏരിയാസൊക്കെ കുറഞ്ഞു, കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂടി. അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി മാറി. അതൊക്കെയാണ് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഇന്നത്തെ കാലത്തിൽ സ്റ്റീൽ വിൻഡോസ് വന്നേക്കുന്ന മാറ്റങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരാം. നമുക്കറിയാം ഇന്ന് സ്റ്റീൽ വിൻഡോസിനെ പറ്റി അധികം അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും വളരെ നോളജ് ഉള്ള ഒരു പ്രൊഡക്റ്റായി മാറി. കേരളത്തിൽ അത്രമാത്രം പ്രചാരത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഞാൻ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇതിന് വന്നേക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ ഒരു ലുക്ക് അല്ലെങ്കിൽ സ്റ്റീൽ പോലെ നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം മാറിയിട്ട് ശരിക്കും നല്ലൊരു വുഡൻ ഫിനിഷിങ്ങിലേക്ക് അതിൻ്റെ ഈ കർവും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ പാളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പണ്ടത്തെ പാളിക്ക് ഇവിടെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ഇതുപോലെ തന്നെ ഒരു കർവ്ഡ് ഒരു ഷേപ്പ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു പ്രീമിയം ലുക്കിലേക്ക് വന്നു. നമുക്ക് ഒരു ഇപ്പോഴത്തെ ഒരു വിൻഡോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ഇത് വുഡൻ അല്ല സ്റ്റീൽ ഡോറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രമാത്രം ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സ്റ്റീലിൻ്റെ വിൻഡോസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കസ്റ്റമൈസേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാലാവസ്ഥ വ്യതിയാനം, ഒരു മഴക്കാലം വന്നാലോ വേനൽക്കാലം വന്നാലോ അടയാണ്ട് തുറക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും വരാത്ത ഒരു പ്രൊഡക്റ്റാണ് സ്റ്റീൽ ഡോറുകൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിലിടുന്ന ഈ ഗ്രില്ലുകൾ നമുക്ക് ഏത് ഓപ്ഷൻ ഗ്രില്ലുകൾ വേണമെങ്കിൽ ഇടാം. SS വേണമെങ്കിൽ SS ഇടാം, സ്ക്വയർ റോഡ് വേണമെങ്കിൽ സ്ക്വയർ റോഡ് ഇടാം, അതുപോലെ GI ട്യൂബ്സ് വേണമെങ്കിൽ GI ട്യൂബ്സ് ഇടാം. അങ്ങനെ ഏത് രീതിക്കുള്ള ഗ്രിൽ ഓപ്ഷൻസ് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരയ്ക്കുന്ന റീപ്പർ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ടാക്ക് ചെയ്തേക്കാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രെയിമിലേക്ക് വെൽഡിങ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ റസ്റ്റിങ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പുകൾ തമ്മിലുള്ള ജോയിൻറ്റ്സ് നമ്മൾ വേറൊരു റീപ്പർ വെച്ചിട്ട് അതിലേക്ക് വെൽഡ് ചെയ്തിന്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഇങ്ങനെ വളയ്ക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഊരിപ്പോരില്ല. അത്രമാത്രം സ്ട്രെങ്ത് ആയിട്ടാണ്. അപ്പോൾ ട്യൂബാണെങ്കിൽ പോലും നമുക്ക് സാധാരണ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ബാറൊക്കെ ഇട്ട് തിക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഊരിപ്പോരും. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു വെൽഡിങ് ഉള്ളതുകൊണ്ട് നമുക്കത് ഒരിക്കലും ഇവിടുന്ന് എങ്ങനെ ബാറിട്ട് തിക്കി കഴിഞ്ഞാലും അത് ഊരിപ്പോരില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ സ്റ്റീൽ വിൻഡോസിലേക്ക് വരുമ്പോൾ ഉള്ളത്. അത് നമ്മൾ തടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിങ്ങിലാണെങ്കിലും ഒരു 30% വ്യത്യാസം വരികയാണ്. സ്റ്റീൽ വിൻഡോസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള, അതിൻ്റെ ഷീറ്റിൻ്റെ മെറ്റീരിയൽ ഏതാണ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ GSM കാര്യങ്ങൾ, പിന്നെ അതിന് ഉപയോഗിച്ച ബ്രാൻഡ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റീൽ വിൻഡോസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്റ്റീൽ വിൻഡോസ് നമുക്കറിയാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാവുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തിട്ട് നമുക്കിത് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഗ്ലാസ് ഇടുന്ന കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാണ്. വേറൊരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു പ്ലാനും കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡലും ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 day 2 days നമ്മുടെ ഈ ഒരു പ്രോസസ് നമ്മുടെ ഒരു വിൻഡോസ് ഡോഴ്സ് ഇതിൻ്റെയൊക്കെ പർച്ചേസിങ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് നമുക്ക് ലാഭമാണ്. ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 days 20 days നിങ്ങളുടെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണെങ്കിലും ഇൻസ്റ്റാളേഷൻ തുടങ്ങിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ കാര്യങ്ങളും, പെയിൻറ്റിങ് വരുമ്പോഴാണെങ്കിലും വേറെ പോളിഷിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ ഒരു വീടിൻ്റെ
പെയിന്റിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ അതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ ഒരു 1 മാസം 2 മാസം വരെയൊക്കെ ടൈം പോകുന്നതാണ്. ഇതിന് വരുമ്പോൾ അങ്ങനെയുള്ള ടൈം ഒന്നും പോകുന്നില്ല. ഒരു 1 വീക്ക് 2 വീക്സ് കൊണ്ട് ഇതിന്റെ പെയിന്റിംഗ് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം തീരും. പിന്നെ അതിനുശേഷം നമ്മൾ അതിന്റെ ഈ ബീഡിങ് അഴിച്ചിട്ട് നമ്മൾ അതിന്റെ ഗ്ലാസ് ഇടുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് പിന്നീട് വരുന്നുള്ളൂ. അതാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആരെ കൊണ്ടുവന്ന് ചെയ്യാവുന്ന ഒരു ഇതാണ്. സ്റ്റീൽ വിൻഡോയ്ക്ക് നമുക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏത് കസ്റ്റമൈസേഷൻ കൊണ്ടുവരാം. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ട്രഡീഷണൽ ഡിസൈനുകളുണ്ട്, പിന്നെ കണ്ടംപററി ഡിസൈൻ ഉണ്ട്. ഇപ്പോൾ കൂടുതലും കണ്ടംപററി ഡിസൈനുകളിലേക്കൊക്കെ മാറി. അതിലേക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ സെൻറ്ററിലൊക്കെ ഫിക്സഡ് ഗ്ലാസ് ആയിട്ട് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുകളിൽ 2 പാനൽസൊക്കെ ഇങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ട് തുറക്കാവുന്ന രീതിക്കൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റീലിലാകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും മെറ്റീരിയലിൽ ചെയ്യുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്രേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഡിസൈൻ വരുമ്പോൾ ചിലവ് കൂടുതൽ. പക്ഷേ സ്റ്റീലിൽ ചെയ്യുമ്പോൾ വളരെ ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് പ്രൈസിങ്ങിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര വലിയ കോർണർ വിൻഡോസ് അല്ലെങ്കിൽ ബേ വിൻഡോസ്, സ്ലൈഡിങ് വിൻഡോസ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡോറുകളും ആ വിൻഡോസും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ വിൻഡോസിൽ ഇതുണ്ട്. ഇത് ആർച്ച് മോഡൽ ചെയ്തേക്കണം. ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്റ്റീൽ വിൻഡോസിലാണ്. സ്റ്റീൽ വിൻഡോസിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അതിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫാക്ടറിയിലായതുകൊണ്ട് ഇത് പെയിൻറ്റിങ്ങിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഫാബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ്ങിൽ ഇടാം. പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഏത് മെറ്റീരിയലാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് അറിയണമെന്ന് പെയിൻറ്റിങ്ങിന് മുമ്പ് നിങ്ങൾ ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടാം. അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റിയും അതിൻ്റെ വെൽഡിങ്ങും കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് വിട്ടാൽ മതി. സ്റ്റീൽ വിൻഡോസിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ പെയിൻറ്റിങ്. കാര്യം ഇത് GI മെറ്റീരിയൽ, ഗാൽവനോ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൻ്റെ അണ്ടർ കോട്ട് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ ആർടെക്കിൻ്റെ മാത്രം ഒരു സ്പെഷ്യൽ USP ആണ് ഈ പറയുന്നത്. നമ്മൾ പുട്ടിയിട്ടെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിപ്പിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് കോട്ട് ചെയ്യുന്നത്. ഡിപ്പിംഗ് മെത്തേഡിൽ കോട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ഈ കോട്ടിങ് ചെല്ലാണ്ടിരിക്കും. ഇതിൻ്റെ ഈ സെൻറ്റർ ട്യൂബിൻ്റെ അടക്കം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് വരെ കോട്ടിങ് ക്ലിയർ ആയിട്ട് കയറി ചെല്ലാണ്. നമുക്ക് പുറമെ നമുക്ക് റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. പക്ഷേ ഈ പ്രൈമർ ഈ എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഈ ആദ്യം കൊടുക്കുന്ന ഈ കോട്ടിംഗ് എന്ന് പറയുന്ന കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. ഈ ഇൻസൈഡ് കോട്ടിങ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസൈഡ് നമുക്കൊന്നും കോട്ടിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഇൻസൈഡ് വരെ കോട്ടിങ് ഇതിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതിന് സ്ക്വയർ ട്യൂബ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ വരെ നമുക്ക് കൃത്യമായിട്ട് കോട്ടിങ് കയറി ചെല്ലും. അതുപോലെ തന്നെ നമ്മുടെ പാളി വരുന്നതിൻ്റെ ഞങ്ങൾ ഹോൾ ചെയ്തിട്ടാണ് ഈ പാളിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പാളിയുടെ ഉള്ളിലേക്ക് ഇൻസൈഡ്, അതായത് പുറമെ കൂടാണ്ട് ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പെയിൻറ്റിങ് കയറി നല്ല കോട്ടിങ് കയറി ചെല്ലാണ്. അപ്പോൾ ഒരിക്കലും അകത്തുനിന്നുള്ളൊരു റസ്റ്റിങ് നമുക്ക് ഇതിലേക്ക് ഫോം ചെയ്യില്ല. ഈസ്റ്റേണിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രൈമർ കോട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നല്ല പെയിൻറ്റോ കാര്യങ്ങളോ നമ്മൾ പുറമെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സേഫാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പാളി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോള് ചെയ്തിട്ടാണ് ഇത് ഡിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതിന് ഇൻസൈഡ് എല്ലാം കോട്ടിങ് കയറി ചെല്ലും. അതുപോലെ ഈ ബീഡിങ് ഒക്കെ വെച്ചേക്കുന്ന ഭാഗങ്ങൾ നിർത്തി തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൂടെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കോട്ടിങ് കയറി ചെന്നിട്ടുണ്ട്. ആ അണ്ടർ കോട്ട് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഡിപ്പിംഗ് മെത്തേഡിൽ വരുന്നത്. ഇത് നമ്മുടെ ആർടെക്കിൻ്റെ ഒരു പുതിയ പ്രൊഡക്റ്റാണ്, പുതിയൊരു ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തടിയായിട്ട് തോന്നുമെങ്കിലും ഇതൊരു സ്റ്റീൽ ഡോറാണ്. പക്ക കേരള ട്രഡീഷണൽ ലുക്കിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റീൽ ഡോറാണ്. നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് വരുമ്പോൾ നമ്മുടെ കണ്ടംപററി സ്റ്റൈലിലേക്ക് വരുന്ന സ്റ്റീൽ ഡോറാണിത്. അപ്പോൾ നമുക്ക് ഏത് ഡിസൈൻ കണ്ടംപററി ട്രഡീഷണൽ ആയിക്കോട്ടെ നമ്മുടെ തനതായിട്ടുള്ള ശൈലിയിൽ ഏത് തരം ഡോറുകളും നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ പറ്റും. അതും ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡോറുകളാണത്. നമുക്ക് ഫ്രണ്ട് ഡോറായിട്ടും ബാക്ക് ഡോറായിട്ടും എല്ലാ തരത്തിലുള്ള ഏത് ഡിസൈനും ഏത് തരത്തിലും ഏത് സൈസിലുള്ള ഡോറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡബിൾ ഡോറുണ്ട്, സിംഗിൾ ഡോറുണ്ട്, അങ്ങനെ 150 മീറ്റർ വരുന്ന ടൈപ്പ് ഉണ്ട്, അങ്ങനെ 1.5 മീറ്റർ വരുന്ന, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡോറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത്ര കാലം നമുക്കൊരു ഡൗട്ടായിരുന്നു സ്റ്റീൽ വിൻഡോ വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലേക്കോ തുരുമ്പ് പിടിക്കുകയോ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള നമുക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ കുറേ മാറി നിന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ഡൗട്ടുകളും മാറി ഇപ്പോൾ ഒരു കംപ്ലയിൻറ്റും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണെന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ അതൊരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾക്ക്, അതായത് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള വില്ല പ്രോജക്റ്റുകൾ, നേരത്തെ ഒന്നും വില്ല പ്രോജക്റ്റുകൾക്കൊന്നും ഇത് ഉപയോഗിക്കില്ലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ഇടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എല്ലാ വില്ല പ്രോജക്റ്റുകളും കൊമേഴ്ഷ്യലായിട്ട് എല്ലാ പ്രോജക്റ്റുകൾക്കും ഇപ്പോൾ സ്റ്റീൽ വിൻഡോ വളരെയധികം ഉപയോഗിച്ച് വരുന്നുണ്ട്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.